മുഖ്യമന്ത്രിയാകേണ്ടത്. എന്നാലും നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം കാണും അല്ലേ? എനിക്കിപ്പോ VD സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും സന്തോഷം തന്നെയാണ്. കാരണം രണ്ടുപേരും വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത്. അങ്ങനെ കേരളത്തിന്റെ മഹാനടി റിനി ആൻ ജോർജ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായിട്ട് വന്നൊരു പുതിയൊരു ഇന്റർവ്യൂ ആണ്. അപ്പം ഇലക്ഷന് മുമ്പേ എനിക്ക് തോന്നുന്നു വീണ്ടും ഒന്ന് തണുത്ത വിഷയങ്ങളൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കാനെ കൊണ്ട് വന്നയാന്ന് തോന്നുന്നു. പക്ഷേ അത് ചീറ്റിപ്പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും റിനി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു 100-ൽ ഒരു 97%, 98% ആളുകളും വെറുക്കുന്നൊരു സ്ത്രീയാണ് റിനി ആൻ ജോർജ് ഇപ്പം അല്ലേ. ബാക്കി എനിക്ക് തോന്നുന്നു 2% ആളുകളെ, അത് ചിലപ്പം ഇവരെ ഇറക്കിയ ടീമുകളൊക്കെ ആയിരിക്കും ഇവരെ ഇഷ്ടപ്പെടുന്നതും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതും. ബാക്കി 98% ആളുകളും കേരളത്തിൽ ഇവർ വെറുക്കുന്ന ആളാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എനിക്ക് തോന്നുന്നു പാലക്കാട് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതും അതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനെ കൊണ്ടുള്ളൊരു കാരണക്കാർ തന്നെയാണ് റിനി അല്ലേ. എന്തായാലും പുള്ളിക്കാരിക്ക് കുറേ മാസങ്ങളായിട്ട് പൊങ്കാലയായിരുന്നു. അപ്പോൾ എന്തായാലും പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഏറിൽ നിന്നൊക്കെ താഴെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഏറിലേക്ക് പോകാനെ കൊണ്ട് വീണ്ടും ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ ആയിട്ട് രംഗത്ത് വരും. ഞാനിതല്ല ആലോചിക്കുന്നത്, ഇവരെയൊക്കെ ആരുടെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. അങ്ങോട്ട് പൈസ ഇത് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ലേ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പം ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത് അങ്ങോട്ട് ചാനലിന് അങ്ങോട്ട് കൊടുത്തിട്ട് വന്നിരുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. എനിക്ക് ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഊക്കേഴ്സ് എന്നുള്ളൊരു പരാമർശം കൊണ്ടിട്ട് ഇവർ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് പ്ലാനായിട്ട് ചെയ്യിപ്പിച്ചൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം റിപ്പോർട്ടർ TV അത് ഏറ്റുപിടിക്കുന്നു. പിന്നെ ഒരു ലൂപ്പായിട്ട് പിന്നെ ഒരു ബെൽറ്റായിട്ട് ഇങ്ങനെ ഓരോ ടീമുകൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവസാനം കൊണ്ടിട്ടൊരു ബോംബിട്ടിട്ട് ആ ഒരു ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നല്ല പ്രീ പ്ലാൻ ആണെന്ന്. പക്ഷേ അത് അധികം ആരും എടുത്ത് ചർച്ചാ വിഷയം ആക്കിയില്ല. ആദ്യം ആരും റിയാക്ട് ചെയ്തില്ല. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വിഷയം കാണുമ്പം നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് എന്തായാലും റിയാക്ഷൻ ചെയ്യും. പക്ഷെ അതാരും എടുത്ത് അതിൽ ഒരു കഴമ്പുമില്ല, ഒരു സത്യമില്ല എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാനും അത് ഇൻ്റർവ്യൂ കണ്ടെയാണ്. അതുകൊണ്ട് നമ്മൾ ആരും അതെടുത്തിട്ട് ഇൻ്റർവ്യൂ ചെയ്യാഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ്. കാരണം അത് ഉടായിപ്പാണ്, അത് പ്രീ പ്ലാൻ ആണെന്ന് നല്ല രീതിയിൽ അധികാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അതൊന്നും എടുത്തിട്ട് ചെയ്യാഞ്ഞത്. അപ്പം അതിനുശേഷം അത് റിപ്പോർട്ടർ TV ആണ് ഏറ്റുപിടിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ മറ്റുള്ള വാർത്തകളിലൊക്കെ ഇതൊരു ചർച്ചയാവുന്നത്. എന്തായാലും കരഞ്ഞു മെഴുകി റിനി രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേടിച്ച പൈസയൊക്കെ തീർന്നതാണ്. അപ്പം വീണ്ടും മുമ്പോട്ട് ഓടാൻ വേണ്ടിയിട്ട് പിന്നെയും കുറച്ചൊന്ന് ചൂട് പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് വീണ്ടും വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരുന്നു എനിക്ക് തോന്നിയത്. എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പം നമുക്കറിയാം ഈ വട്ടം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ, നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാരണക്കാരി ഈ റിനി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുപോലെ VD സതീശൻ അച്ഛനാണ്. VD സതീശൻ എനിക്ക് അച്ഛനെ പോലെയാണ്. VD സതീശനും പറയുന്നത് കേട്ടല്ലോ, എനിക്ക് എൻ്റെ മോളെ പോലെയാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ റിനിയെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കണം. എത്ര ആളുകൾ റിനിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും അറിയാനാണ്. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, എല്ലാവരും ഹൈപ്പ് ചെയ്യണം. അപ്പം നമുക്ക് റിനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുതിയൊരു ഇൻ്റർവ്യൂ കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂയാണ്. പുള്ളിക്കാരി പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യങ്ങളുണ്ട്, ചിലപ്പം അനുഭവങ്ങൾ എല്ലാവർക്കും കാണും. ഇത് തുറന്ന് പറയുന്നവരും കാണും, പറയാത്തവരും കാണും. പക്ഷെ റിനി അത് പറഞ്ഞു. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞത് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണോ അതോ സംഭവിച്ചു പോയതാണോ? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അതെൻ്റെ ഒരു ടങ് സ്ലിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ച് പറഞ്ഞൊരു കാര്യമല്ല. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ച് വന്നു. ഒന്നാമത് എൻ്റെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ ആയിരുന്നു. ആദ്യം ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, സിനിമ ബേസ്ഡ്. പിന്നെ വരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ ഞാനങ്ങനെ സംസാരിച്ചു പോയൊരു സാധനമാണ് അത്. ആ ഇന്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, ഇത് ഔട്ട് ഇറങ്ങുമ്പോൾ റിനി ഭയങ്കര പ്രശ്നമാവട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ച് പിന്നെ എന്ന് വിചാരിച്ച് എനിക്ക് പറഞ്ഞതുപോലെ ഔട്ട് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയുന്നു നമ്മൾ ചിന്തിക്കൂല്ലേ? ഹൂ കേഴ്സ്? അതെ, അങ്ങനെ മാറിപ്പോയ ഒരാളാണ്. വല്ലാത്തൊരു വാക്കാ ഹൂ കേഴ്സ് അല്ലേ? ചിരിയാണോ ഇപ്പോഴും മനസ്സിലിരുന്ന് മോങ്ങുവാ? ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും മോങ്ങിയിട്ടില്ല. ഇല്ല. അതായത് ഈ 8 മാസം ഒരുപാട് കമന്റ്സ്, ഒരുപാട് കുത്തുവാക്കളും കേട്ടിട്ട്
ഒരിക്കൽ പോലും ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ കണ്ണിൽ നിന്ന് വീഴ്ത്താൻ ഈ കമന്റ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ചില 8 മാസം കൊണ്ട് ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് തെറിവിളികളൊക്കെ കേട്ടെന്ന് പറയാം. അത് കയ്യിലിരിപ്പുകൊണ്ടാണ് അതൊക്കെ കേട്ടിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. സ്വന്തം കയ്യിലിരിപ്പുകൊണ്ടാണ്. പിന്നെ തെറിവിളി കേട്ടാൽ എന്ത്, കുത്തുവാക്ക് കേട്ടാൽ എന്ത്, കുറച്ച് വർഷത്തേക്ക് തിന്നാനുള്ള എല്ലാം ഒരുമിച്ച് കിട്ടിയല്ലോ. പൈസയാണല്ലോ ഇതിനൊക്കെ ഒരു ഇത്. പൈസ കിട്ടിയോണ്ടാണല്ലോ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാനും ഒരു മനസ്സും കാണിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ നടിയാണെന്ന് പറയുന്നുണ്ട്, യുവ നടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല, ഞാനൊരു പ്രോഗ്രാമിലും കണ്ടിട്ടില്ല. പിന്നെ എവിടുത്തെ നടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂ പ്രീ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നൊരു മഹാനടിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത് കൊണ്ടിട്ട് റിനിക്ക് ഗുണമുണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് റിനി എന്നൊരു മുതലിനെ അറിഞ്ഞ്, ഒരു ദുരന്തത്തിനെ അറിഞ്ഞ്, ഇങ്ങനൊരു നടി ഉണ്ടെന്ന് മലയാളികൾ കുറേ ആളുകൾ അറിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ടോ. കോൺഗ്രസ് ഭരണമേറ്റെടുത്താൽ മുഖ്യമന്ത്രി ആരായിരിക്കും? ഞാൻ 2 ഓപ്ഷൻ കാണിക്കാം. 1, 2. ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ കാര്യം ജനങ്ങളാ തീരുമാനിക്കേണ്ടത്, UDF ഭരണത്തിൽ വരണോ വേണ്ടയോ എന്നുള്ളത് 1. 2, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. എന്നാലും നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം കാണും അല്ലേ? എനിക്കിപ്പോ VD സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും സന്തോഷം തന്നെയാണ്. കാരണം രണ്ടുപേരും വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത്. ഇപ്പൊ സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും VD സാറാണെങ്കിലും നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളുള്ള 2 വ്യക്തികളാണ് എന്നുള്ളത് അറിയാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും VD സതീശനാണ്. അതിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊരു വോട്ടറാണ്. പറവൂർ ആണ് എന്റെ സ്ഥലം. ഇപ്പൊ സാറാ, ഇതിനു മുമ്പ് ഒരു അച്ഛനായിരുന്നു. ഇനി അങ്ങോട്ട് ആരാവുമെന്ന്. പിന്നെ ഇവിടെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ചോദിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോയും അതുപോലെ VD സതീശന്റെ ഫോട്ടോയും വെച്ച് കാണിക്കുന്നു ഈ ആങ്കർ. അപ്പം സംശയമില്ല, VD സതീശന്റെ പേര് തന്നെ റിനി പറയും, നമുക്കറിയാം. കാരണം ഈ ഒരു വിഷയം വന്ന സമയത്ത് റിനിയുടെ വാക്ക് കേട്ടുകൊണ്ട്, ഈ റിനിയുടെ ഒറ്റ വാക്ക് കേട്ടുകൊണ്ട് മാത്രമാണ് VD സതീശൻ 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ, പാലക്കാടിലെ MLA, ഒന്നും ഒരു പരാതി പോലും കിട്ടുന്നതിന് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് ഒന്ന് അറിയുന്നതിന് മുമ്പ് പോലും, ഇതിനെപ്പറ്റിയൊന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് പോലും സ്വന്തം പ്രസ്ഥാനത്തിലുള്ളൊരു MLA സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ കയറി ഇരുന്നിട്ട് വാ തോരാതെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി, അത്രയും എനിക്ക് തോന്നുന്നു UDFന് ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും ഒരു മൈലേജ് കൊടുത്തൊരു വ്യക്തി വേറെ ആരും തന്നെ കാണത്തില്ല. ആ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് എന്തായാലും രാഷ്ട്രീയമാണ്, ഇതല്ല ഇതിനപ്പുറമുള്ള ആരോപണങ്ങൾ വരും എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കേസ് തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അപ്പം എന്നിട്ടും VD സതീശൻ ഒരു പ്രതിപക്ഷ നേതാവാണ്. പുള്ളി ഇതൊന്നും അന്വേഷിക്കാതെ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു നടിക്ക് വേണ്ടി മോളാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറിനകം ആ പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്ന വ്യക്തിയുടെ അടുത്തുനിന്നൊരു പരാതി വന്നപ്പോഴത്തേക്ക് ഞാനൊരു നടപടി എടുത്തു എന്ന് VD സതീശൻ തന്നെയാണ് പറഞ്ഞത് അല്ലേ. അത് എന്ത് ലോജിക്കിലാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഇന്ന് വരെ ഇതിനെ പറ്റിയിട്ട് VD സതീശൻ, ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ് VD സതീശൻ പിന്നെ അതൊക്കെ മാറ്റി പറയുന്നതും ചങ്ക് പൊട്ടിയിട്ടാണ് തീരുമാനം എടുക്കുന്നതും. അന്ന് ആദ്യം സംസാരിച്ച രീതിയൊക്കെ നമുക്ക് കണ്ടതാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങളെപ്പോലുള്ള, ഞാനല്ലാതെ വേറെ ആരും ഇതുപോലൊരു നിലപാടെടുത്തിട്ടുണ്ടെന്നൊക്കെ സംസാരിക്കുന്ന VD സതീശനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്നൊരു റിനിയുടെ വാക്ക് കേട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ളൊരു അജണ്ടയും കൂടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അരിഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും റിനി VD സതീശൻ്റെ പേര് തന്നെ പറയും. പിന്നെ മുഖ്യമന്ത്രി ആവാൻ രമേശ് ചെന്നിത്തലയെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തി VD സതീശൻ തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എടുത്തു നോക്കുവാണെങ്കിൽ VD സതീശൻ്റെയും, ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭരണം എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2016 തൊട്ട് 2021 വരെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്തുള്ള പുള്ളിയുടെ പ്രവർത്തനവും VD സതീശൻ ഈ കഴിഞ്ഞ 5 വർഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആ സമയത്തുള്ള പ്രവർത്തനവും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവാനുള്ള അർഹതപ്പെട്ട ഒരാൾ UDF ഭരണത്തിൽ വരുവാണെങ്കിൽ. ഓക്കെ, അത് കറക്റ്റാണ്. പക്ഷേ VD സതീശൻ്റെ പേര് പറയൂ, അത് വേറെ കാര്യം. ഇനി ബാക്കി കൂടെ കേട്ടു പോകാം. VD സതീശൻ കള്ളനാണ്,
ഈ നുണയനാണ് കള്ളനാണെന്നൊക്കെ പറയുന്നവരോട് എന്തായിരിക്കും പറയാനുള്ള മറുപടി? അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ റിനി. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ എന്തോ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൽ നമുക്ക് അതിശയോക്തി ഒന്നും പറയാനില്ല, അത്ഭുതമൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പിണറായി വിജയൻ സാറും ടാർഗറ്റഡ് ആവുന്നുണ്ട്, നന്നായിട്ട് ടാർഗറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് രണ്ട് മുന്നണികളെയും നയിക്കുന്ന മെയിൻ ആൾക്കാരെ മാക്സിമം അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണല്ലോ ജനങ്ങളുടെ ഇടയിൽ അവര് വേണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണം. അപ്പൊ അതിന് രണ്ടു കൂട്ടരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന്റെ ഇലക്ഷൻ ചൂടിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ആയിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. വി.ഡി. സതീശൻ എന്താണ്? അദ്ദേഹം ഭയങ്കര നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്തൊരു കാര്യം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ അചഞ്ചലനായിട്ട് ചഞ്ചലപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആരുടെ മുന്നിലും ഇങ്ങനെ തലകുനിക്കുന്ന, ആരെങ്കിലും പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു പാവയല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് പലർക്കും ചിലപ്പോ അംഗീകരിക്കാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ശത്രുക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ടാർഗറ്റ് ചെയ്യുക നിലപാടുകൾ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എടുത്ത നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ഒരു നിലപാടും ഇല്ല. പുള്ളി റിനി എന്നൊരു വ്യക്തിയുടെ വാക്ക് കേട്ടെടുക്കുന്ന നിലപാടുകൾ, മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. രാഹുലിനെ 24 മണിക്കൂറിനകം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുറത്താക്കുന്നു. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ഷൻ മുമ്പ് വി.ഡി. സതീശൻ കൊടുത്തൊരു മാതൃഭൂമിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് വി.ഡി. സതീശൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണെന്ന്. ആ ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനം തിരുത്താനൊക്കെയുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ഗണേഷ് കുമാറിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് രാഹുലിനെ തിരിച്ചെടുക്കാമായിരുന്നല്ലോ. അപ്പം അതുപോലെ ഈ രാഹുൽ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു പരാതികളിൽ സുപ്രീം കോടതിയുടെ വിധി വരെ വന്നിട്ടുള്ളായിരുന്നു. ഈ ഒരു കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതൊന്നും ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വരെ വന്ന സമയത്തും ഈ നിലപാടുകൾ തിരുത്തായിരുന്നല്ലോ. വി.ഡി. സതീശൻ അന്നെടുത്ത നിലപാടുകൾ മാറ്റിയെടുക്കായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരായിരുന്നല്ലോ. അപ്പം ഒരു നിലപാടിൻ്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടുകളെല്ലാം ശുദ്ധ മണ്ടത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനകത്തൊന്നും ഒരു നിലപാടില്ല. പിന്നെ ഇതിനകത്ത് ടാർഗറ്റഡ് ആവുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനൊക്കെ ടാർഗറ്റ് ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പം രാഹുലിൻ്റെ വിഷയത്തിലൊക്കെ വി.ഡി. സതീശനെതിരെ ഒരുപാട് ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് ഈ കമൻസുകളൊക്കെ വി.ഡി. സതീശനെതിരെയും പോയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ജനങ്ങൾ അത് പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും ടാർഗറ്റ് അല്ല. ജനങ്ങൾ കണ്ടയാണ് ഈ വിഷയത്തിൽ ആദ്യം മുതലേ വി.ഡി. സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകളും. ഈ ഒരു പരാതി വരുന്നതിന് മുമ്പ് എന്തിനു പറയണം, അബിൻ വർക്കി പോലും ഇതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ടുള്ള അബിൻ വർക്കി പോലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഇൻ്റർവ്യൂസിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഈ പറഞ്ഞിട്ടുള്ള മുതിർന്ന ആളുകൾ എടുത്ത നിലപാടുകൾ ശരിയായിട്ടില്ല. കാരണം ഈ ഒരു പരാതി വരുന്നതിന് 24 മണിക്കൂർ മുമ്പേ രാഹുൽ കുറ്റക്കാരനോ അല്ലയോ എന്ന് കാണുന്നതിന് മുമ്പേ പുള്ളിയെ പുറത്താക്കിയ ആ ഒരു നിലപാട് ശരിയല്ലെന്ന് പുള്ളി വരെ അബിൻ വർക്കി പോലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ടാർഗറ്റ് ആവുന്നതെന്ന് പറയത്തില്ല. അതുകൊണ്ട് ഇത് കാണുന്ന ആളുകൾക്ക്, പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷം ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായടയ്ക്കാനും രാഹുലിനെ ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കം ചെയ്യണമെന്നുള്ളൊരു അജണ്ടയോട് കൂടി ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഭരണപക്ഷത്തിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആരാണ്? പ്രതിപക്ഷത്തുള്ള ആളുകളാണ്. അന്ന് രാഹുലിനെ പുറത്താക്കാതെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായതിന് ശേഷം പുള്ളിക്കെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇല്ല, കാള പറ്റുമോ എന്ന് പറയുമ്പോൾ കയറ് എടുക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. രാഹുൽ എന്നൊരു വ്യക്തിയെ തുടച്ച് ഇല്ലായ്മ ചെയ്യണമെന്ന് ഭരണപക്ഷം രാഹുലിൻ്റെ വായടപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിന് കൂട്ടുനിന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും റിനി അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒന്ന് ഉയർന്നില്ല, യേശു ക്രിസ്തു ഉയർന്നു വരുന്ന പോലെ വീണ്ടും ഉയർന്നു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീണ്ടും കൊടുത്തിട്ട് വീണ്ടും അതേപോലെ പോവും. കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് വീണ്ടും അതേപോലെ പോകും. പിന്നെ പൈസ തീരുമ്പോഴത്തേക്ക് പിന്നെയും വരും. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത്, അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ റിനിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.